ലോകത്ത് അങ്ങോളം ഇങ്ങോളം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ലോകത്തുള്ള എവിടെയൊക്കെ വിശ്വാസികളുണ്ടോ അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിലയിൽ ആഘോഷങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടോത്ത് മഹല്ല് അതിൻ്റെ നിവാസികൾ ഇത്തരം ഒരുമിച്ച് കൂടലിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ആദ്യമായി അത് അള്ളാഹുവിനുള്ള ശുക്റാണ്, അള്ളാഹുവിന് നന്ദി പറയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്തുല്ലിൽ ആലമീനായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നതിനുള്ള അള്ളാഹുവിനുള്ള നന്ദി പറയാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാനും അവിടുത്തോടുള്ള മഹബത്ത് എന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയെ ശക്തി കൂട്ടാനൊക്കെയാണ് ഇത്തരം മജ്ലിസുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ ശില, അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്താണ്. ആ മഹബത്തിൻ്റെ പുറത്താണ് നമ്മുടെ വിശ്വാസം എടുക്കപ്പെട്ടിരിക്കുന്നതും വിശ്വാസം നിലനിൽക്കുന്നതും. അപ്പോൾ ആ അടിത്തറയെ ശക്തിപ്പെടുത്താനുള്ള ഏത് സംഗമങ്ങളും ഏത് സംവിധാനങ്ങളും അതിന് മതകീയമായ അടിത്തറ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ബഹുമാനപ്പെട്ട ഖതീബ് സൂചിപ്പിച്ചത്, റമീസ് ഫൈൽ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ എല്ലാ നാടുകളിലും മശ്രിഖ് മുതൽ മഗ്രിബ് വരെ എവിടെയൊക്കെ വിശ്വാസികളുണ്ടോ, ഹിജാസിലാവട്ടെ, ഷാമിലാവട്ടെ, യമനിലാവട്ടെ, ലോകത്തെ എല്ലാ നാടുകളിലും വിശ്വാസികൾ ഈ തിരുപ്പിറവി കൊണ്ടുള്ള സന്തോഷം അള്ളാഹുവിന് ശുക്ർ പറഞ്ഞുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേളയാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് കുട്ടോത്ത് മഹല്ല് നിവാസികളും ഇവിടെ മനോഹരമായ ഒരു വേദി ഒരുക്കിക്കൊണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നേരെ മറിച്ച് ഒരു മോശമായ സംഗതിയോ അല്ലെങ്കിൽ മതം വിലങ്ങിയ ബിദ്അത്തിലോ പെട്ട ഒരു സംഗതി ഒന്നല്ലേ ഇത് മതത്തിന്റെ അടിത്തറയുള്ള അള്ളാഹുവിന്റെ തിരുദൂതരോടുള്ള മഹബത്ത് എന്ന നമ്മുടെ അടിസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്ന മജ്ലിസുകളാണ്. അല്ലാതെ ഇതൊരു വൈകേടൊന്നുമല്ല. അങ്ങനെയൊക്കെ വാദിക്കുന്നതൊക്കെ അബദ്ധവും അറിവില്ലായ്മയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ശിഹാബുദ്ദീൻ അൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, വലാ സാല അഹ്ലുൽ ഇസ്ലാം, അഹ്ലുൽ ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെല്ലാവരും, മുസ്ലിം നാടുകളൊക്കെ ആയിക്കൊണ്ടേയിരിക്കുന്നു. യഹ്തഫിലൂന ബിശഹ്രി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മദിനത്തിന്റെ മാസം അവർ ആഘോഷമാക്കുകയാണെന്നാണ് ഇമാം ബുഖാരി വിശുദ്ധമായ സഹീഹുൽ ബുഖാരിക്ക് ശർഹ് എഴുതിയ ലോകം കണ്ട മഹാജ്ഞാനി ശിഹാബുദ്ദീൻ അൽ ഖസ്തലാനി മഹാനവറുകൾ വിശദീകരിക്കാണ്. അൽ മവാഹിബുൽ ലദുന്യ എന്ന മഹാനവറുകൾ ഗ്രന്ഥമുണ്ട്, അതിൽ വിശദീകരിക്കാണ്. എല്ലാ ആളുകളും മുസ്ലിമീങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മൗലിദിന്റെ മാസത്തെ അവർ ആഘോഷമാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോക മുസ്ലിമീങ്ങളോട് ചേർന്നുകൊണ്ട് നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകം ഏകകണ്ഠമായി ആഘോഷിക്കുന്ന, നന്ദി പ്രകടിപ്പിക്കുന്ന ഇത്തരം മജ്ലിസുകൾ അതിന്റെ ഭാഗവാക്കായിക്കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തുടർന്ന് മഹാനവറുകൾ പറയുന്നു, അവർ സദ്യ തയ്യാറാക്കും. ഞാൻ എന്റെ വക പറയുന്നതല്ല, ബുഖാരിക്ക് ശർഹ് എഴുതിയ മഹാനായ അൽ ഇമാം ഖസ്തലാനി വിശദീകരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞല്ലോ, ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇത് എല്ലാ മുസ്ലിമീങ്ങളും ലോക മുസ്ലിമീങ്ങൾ ചെയ്യുന്ന സ്വഭാവമാണത്. അവർ സദ്യകൾ തയ്യാറാക്കും. ആ റബീഉൽ അവ്വലിന്റെ രാത്രികളിൽ വ്യത്യസ്തമായ സ്വദഖകൾ ഈ മാസത്തിനോടുള്ള അള്ളാഹുവിന്റെ